നല്ല കരിയറിൽ എത്തിയിട്ടുള്ള ആളുകൾ അവരുടെ സക്സസിന്റെ ക്രെഡിറ്റിൽ പലപ്പോഴും വിട്ടുപോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് അവരെ സ്വാധീനിച്ച റോൾ മോഡൽസ് ആണ്. നമ്മുടെ റിലേറ്റീവ്സ്, നാട്ടിലുള്ളവർ, സീനിയേഴ്സ് ഇവരൊക്കെ ഒരു കരിയർ ചൂസ് ചെയ്ത് സക്സസ്ഫുൾ ആകുമ്പോൾ അത് കണ്ട് ഇൻസ്പയർഡ് ആയി അവരെ റോൾ മോഡലാക്കി പലരും ആ കരിയർ തന്നെ ചൂസ് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങൾ ഒരുപാട് കണ്ടു കാണും. ഫോർ എക്സാമ്പിൾ, കോളേജിലെ സീനിയേഴ്സ് പുറത്തുപോയി PhD പോസ്റ്റ് ഡോക്ക് ഒക്കെ ചെയ്ത് സക്സസ്ഫുൾ ആകുമ്പോൾ അവരെ കണ്ട് അതേ പാത്ത് ഫോളോ ചെയ്ത് സക്സസ്ഫുൾ ആകുന്നവർ, ബന്ധുക്കളിൽ ആരെങ്കിലും ഡോക്ടേഴ്സ് ആകുന്നത് കണ്ട് അത് ഇൻസ്പയർഡ് ആയി ഡോക്ടേഴ്സ് ആകുന്നവർ, നാട്ടിലുള്ളവർ വിദേശത്ത് പോയി നഴ്സുമാരാകുന്നത് കണ്ട് അതേ പാത്ത് ചൂസ് ചെയ്യുന്നവർ, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇത്രയും പറഞ്ഞത് സ്കള്ളി എഫക്ട് എന്ന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം പറയാനാണ്. സ്റ്റെം ഫീൽഡിൽ, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ഫീൽഡിൽ സ്ത്രീകൾ നന്നേ കുറവായിരുന്ന സമയത്ത് 90s ഇറങ്ങിയ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഡ്രാമ സീരീസ് ആണ് ദ എക്സ് ഫയൽസ്. ആ സീരീസിലെ മെയിൻ ക്യാരക്ടറാണ് ഡാന സ്കള്ളി. ആ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത എന്നത് അതുവരെ ഫീമെയിൽസിനെ ഇങ്ങനെയുള്ള ഷോസിൽ ചുമ്മാ നായകന്റെ ഇന്റലിജൻസ് കാണിക്കാൻ ഉപയോഗിക്കുന്ന അത്ര ബുദ്ധിയില്ലാത്ത, കാര്യങ്ങളൊന്നും അറിയാത്ത ക്യാരക്ടേഴ്സ് ആയാണ് കാണിച്ചിരുന്നത്. എന്നാൽ ഡാന സ്കള്ളി എന്ന ക്യാരക്ടർ അതിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറന്റ് ആയിരുന്നു. സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് ആയിട്ടുള്ള മെഡിക്കൽ ഡോക്ടർ ആൻഡ് FBI ഏജന്റ് ആണ് ആ ക്യാരക്ടർ. ആ സീരീസ് ഹിറ്റ് ആയതിനു ശേഷം പല പഠനങ്ങളും കാണിച്ചത് ഒരുപാട് പെൺകുട്ടികൾ ആ ക്യാരക്ടറിൽ നിന്നും ഇൻസ്പയർഡ് ആയി സ്റ്റെം ഫീൽഡ് കരിയർ ഓപ്ഷനായി ചൂസ് ചെയ്തു എന്നാണ്. അതായത് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ ഒരുപാട് പെൺകുട്ടികൾക്ക് റോൾ മോഡലായിരുന്നു. അപ്പൊ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. കോൺഷ്യസ്ലി അല്ലെങ്കിലും പലരും കുട്ടികളുടെ റോൾ മോഡൽസ് ആകും. ആരാണ് ആ റോൾ മോഡൽ എന്നത് കുട്ടികളുടെ ജീവിതത്തെ കാര്യമായി സ്വാധീനിക്കും എന്നത്. പിന്നെ ഒരു ഫൺ ഫാക്ട്, നമ്മുടെ ബ്രേക്കിംഗ് ബാഡ്, ബെറ്റർ കോൾ സോളിന്റെ ഒക്കെ ക്രിയേറ്റർ ആയിട്ടുള്ള വിൻസ് ഗില്ലിഗൻ എക്സ് ഫയൽസിലെയും ഒരുപാട് എപ്പിസോഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളയാളാണ്.